ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ആക്ച്വലി നമ്മളൊരു ഡൈവേയുടെ റീല് സർവീസിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കിയിട്ടില്ല, റീൽ ഏതാണെന്ന് നോക്കിയിട്ടില്ല. ഇച്ചിരി പ്രീമിയം റീലാണ്. വാട്ടവർ നമ്മളത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ് ബാസ് ഫിഷിംഗ് ഗിയർ സ്റ്റീസ്, പേര് ഇതാണ് കേട്ടോ, ഞാൻ പേര് തപ്പിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീസ് എന്ന് പറയുന്ന റീലാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഡൈവേയുടെ നമ്മുടെ കേരളത്തിലല്ലേ ഇന്ത്യയിൽ തന്നെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ് സ്റ്റീസ് എന്ന് പറയുന്ന റീല്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് റീല് കാണാൻ, കാരണം നമ്മളിതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. എനിവേ ഇതാണ് സാധനം, റീല് ഇതാണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ഈ ഒരു സൗണ്ട് കേട്ടോ, ഈ കറക്കുമ്പോൾ ഈ ഒരു സൗണ്ട് കുറയണം എന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് ഡൈവേയുടെ സ്റ്റീസ് എന്ന് പറയുന്നൊരു മോഡലാണ്. നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ്. സംഭവം 5.8 ഗിയർ റേഷ്യോയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അൾട്രാ ലൈറ്റ് പർപ്പസ് യൂസ് ചെയ്യുന്നൊരു റീലാണ്. എറൗണ്ട് ഒരു 58-60 രൂപ ബഡ്ജറ്റ് ഈ റീലിന് റേറ്റ് വരുന്നുണ്ട്. 58,000-60,000 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നിലവിൽ കസ്റ്റമർ നമുക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കറക്കുമ്പോൾ തന്നെ ഈ ഒരു സൗണ്ട് കസ്റ്റമർ കാളാഞ്ചിയെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സൗണ്ടാണ്. ആക്ച്വലി ഇത് കാളാഞ്ചിയൊന്നും പിടിക്കാനുള്ള ഒരു മോഡലല്ല, ഇത് ചെറിയ ഒരു കാറ്റഗറിക്കകത്ത് കളിക്കേണ്ട സാധനമാണ്. ഇത് മെയിൻലി ഇതിപ്പോൾ ഞാൻ ഇളക്കി നോക്കിയിട്ടില്ല, ഇതിനകത്ത് വരുന്നത് അലൂമിനിയം ഗിയർ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഗിയറിന് ഈ ഒരു സൗണ്ട് വന്നത്. ഇതുണ്ടോ, ഇത് ഗിയറിൻ്റെ സൗണ്ടാണ്. ആക്ച്വലി കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന ബെയറിംഗ് സൗണ്ട് ആണെന്ന് പറയണ്ട, ഇപ്പോൾ ഗിയറിൻ്റെ സൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയത്. എനിവേ ഞാനിപ്പോൾ ഇത് ഇളക്കുവാണ്, ഇളക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. സ്പൂളുണ്ടോ, ഷാലോ സ്പൂള്, നല്ല അടിപൊളി. ഇതിനൊക്കെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്, മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിനൊക്കെ ഒരു പേര് വരും, നമുക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഇങ്ങനെ വരുന്നൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അപ്പം അത് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ സ്ക്രൂസ് വരുമ്പം ഒരു വ്യത്യാസമുള്ളൊരു മോഡലാണ്. നമ്മുടെ അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പക്ഷേ ഇത് സെയിം മോഡലല്ല, ഇച്ചിരി വലുപ്പ വ്യത്യാസമുണ്ട്. നോക്കട്ടെ, ഇതിൽ പറ്റുമോ എന്ന് നോക്കണം. ഇതിൽ പറ്റും. ഇതുണ്ടോ, നോർമൽ ഫ്ലാറ്റിൻ്റെ സ്ക്രൂ അല്ല ഇത്, ഇതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിട്ട് അത് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് കയ്യിലുണ്ടായിരിക്കണം വിലയുള്ള റീലുകൾ പണിയുമ്പം. ഇത് ഇൻപുട്ട് ഇതാണ് വരുന്നുണ്ടോ, ഒരു സ്ക്രൂവിനകത്ത് വരുന്നതിൻ്റെ കൂട്ടുള്ളൊരു മെക്കാനിസമാണ് അവിടെ വരുന്നത്. ഹാൻഡിൽ, ഇതിനൊക്കെ ഈ ഹാൻഡിൽ മാത്രം എറൗണ്ട് 6,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട് നമ്മൾ സ്പെയർ ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ.
മാക്സിമം നമ്മളിതിൻ്റെ സ്ക്രൂസ് ഊരുമ്പം ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം. കാര്യം വിലയുള്ള റീലാകുമ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടിനും അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് ആവും. നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റാതെ ചെയ്യാൻ ഉള്ള പരിപാടിയാണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇളക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം, ഇളക്കി കഴിഞ്ഞാൽ തിരിച്ചതുപോലെ ഫിറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇളക്കാവൂ. വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എല്ലാ പരിപാടികളൊന്നും കാണിച്ചു തരത്തില്ല, ഓപ്പണായിട്ട് പറയുവാണ്. ഇതിൻ്റെ പല മേജർ വർക്കുകളും ഞാൻ ഇതിനകത്ത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. നഖമൊക്കെ വളരെ ക്ലീനാണ് ഗൈസ്. ഞാനപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് അലൂമിനിയം ഗിയറാണ്. അലൂമിനിയം ഗിയർ ആയതുകൊണ്ടും ഗിയറിനൊന്നും വലിയ ഡാമേജസ് ഫീൽ ചെയ്യുന്നില്ല. ഇത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പുതിയ റീലാണ്. ഇതുണ്ടോ, അകമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ തമ്പാർ മെക്കാനിസം വരുന്നത് ഈ ബെയറിങ്ങിനൊരു ചെറിയ സൗണ്ടുണ്ട്, പക്ഷെ അതല്ല ഇതിനുള്ള കാരണം.
ഫ്രണ്ട്സ് ഞാനിത് ഫുള്ള് ഇളക്കിയായിരുന്നു. ഇതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ ഗിയറിൻ്റെ ചെറിയ പോയിൻറ്റ് മെഷർമെൻറ്റ്. ഇത് ഗിയർ ആക്ച്വലി ഈ ഒരു സൗണ്ട് എല്ലാ റീലുകൾക്കും വരും. ഓവറായിട്ടുള്ള വെയിറ്റ് കയറുമ്പം എല്ലാ റീലുകൾക്കും വരുന്നൊരു വിഷയമാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിയർ SSAയിലും ഇത് അലൂമിനിയത്തിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ലോഡ് കയറുമ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മെഷർമെൻറ്റ് ഡിഫറൻസ് ഈ ഗിയറിനകത്ത് വരും. അതിൻ്റേതായിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞു, അപ്പോൾ ആ ഒരു സൗണ്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവ് ഗിയറും പിനിയൻ ഗിയറും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ. പിന്നെ പറ്റുവാണെങ്കിൽ എൻ്റെ ഈ ഫൗണ്ടേഷനും ചെറിയ തേയ്മാനങ്ങൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം വരും. നിലവിൽ ഈ റീലിൻ്റെ ഒന്നും മാറണ്ട, നിലവിൽ ഇത് കിടന്ന് ഓടാനുള്ളതുണ്ട് ഇത്. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞപ്പം കസ്റ്റമർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഗ്രീസ് ചെയ്ത് തന്നാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഇളക്കിയിട്ടില്ലായിരുന്നു, ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇളക്കി നമ്മളിനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഇളക്കി ഫുള്ള് ക്ലീനാക്കി പുതിയ ഗ്രീസ് ഇട്ട് നമ്മൾ കയറ്റി വിടും. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന മൊബൈലിൻ്റെ ചാർജ് തീർന്നു. അതുകൊണ്ട് നമ്മളിപ്പം ബാക്കി വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാനപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ ഷോർട്സായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. നമ്മളതിൽ ഗ്രീസ് ചെയ്തേക്കുവാണ്. ഗ്രീസ് ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സിലിക്കോൺ ഗ്രീസാണ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടോ കാര്യങ്ങളോ വരത്തില്ല, വാട്ടർ പ്രൂഫ് ആയിരിക്കും. അങ്ങനെ കുറച്ച് സിസ്റ്റം ഇതിനകത്തുണ്ട്. അതേപോലെ യൂസ് ചെയ്യുന്ന ഓയിലാണേലും ഹൈ പെർഫോമൻസ് ഓയിലാണ്. പ്രീമിയം റീലുകൾക്ക് നമ്മൾ ഇതേപോലുള്ള ഐറ്റംസ് വെച്ചാണ് ചെയ്യുന്നത്. ആ ഓയിലാണേലും അതിൻ്റേതായിട്ടൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇവിടെ നിന്ന് എക്സ്ട്രാ ഗ്രീസ് നമ്മൾ ഒഴിവാക്കണേ. അതല്ലെങ്കിൽ അത് ഗിയറിൻ്റെ പോർഷനിലോട്ട് ഇതാകും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ, ഒരു റബ്ബറി ഫീലുണ്ട് ഗ്രീസിന്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് കുറഞ്ഞ് കിട്ടും. നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ റിട്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു സൗണ്ടിനൊരു ശകലം വ്യത്യാസം ഉണ്ടാവും.
നമ്മൾ ആ റീല് ഫുള്ള് സർവീസ് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ഗിയറിൻ്റെ ഒരു ചെറിയ സൗണ്ടാണ്. നമ്മൾ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പം സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഗ്രീസ് ഓയിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഗിയർ ഒന്നുമില്ല, കംപ്ലൈൻ്റ് ആയിട്ട് കൂട്ടണ്ട. ലോഡ് കയറിയതിൻ്റെ വിഷയമാണ്. നമ്മൾ ലോഡ് കയറുമ്പം ഗിയറിനുണ്ടാകുന്ന ചെറിയ മെഷർമെൻറ്റ് നമ്മളതൊക്കെ വിസിബിൾ അല്ലാത്ത ചെറിയ മെഷർമെൻറ്റിലുണ്ടായ ഒരു ചെറിയ സൗണ്ടാണ്. അത് ഗ്രീസ് കയറിയപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. അത് ആ ഗ്രീസും ഇതിനകത്തുനിന്ന് ഡ്രൈ ആകുന്നിടത്തോളം ഡ്രൈ ആകുമ്പോഴാണ് ഇനി സൗണ്ട് വരുന്നത്. അതുവരെ ഫ്രീ ആയിരിക്കും. ബാക്കിയെല്ലാം ഓയിൽ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഇതില്ലായിരുന്നു, ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊരു എക്സ്പെൻസീവ് റീലാണ്, പ്രീമിയം റീൽ കാറ്റഗറിയിലുള്ള ഒരു റീലാണ്. അൾട്രാ ലൈറ്റ് സെറ്റപ്പാണ്, എന്ന് വെച്ചാൽ ലൈറ്റ് ഗെയിമിങ് ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പിലുള്ള റീലാണ്. ഉണ്ടോ, ഷാർലോ സ്പൂളൊക്കെയുള്ള അടിപൊളി റീല്. ഡൈവയുടെ സ്റ്റീസ് അതാണ് എൻ്റെ പേര്, അല്ല സ്റ്റീസ്. അപ്പം അതിൻ്റെ സർവീസിങ് കഴിഞ്ഞിട്ടുണ്ട്.